ഹലോ. അപ്പം ഇന്ന് നമ്മളേ ഞാനും വൈഫും കൂടിയിട്ട് ചുമ്മാണ്ട് ഇറങ്ങിയതാട്ടാ. ഇന്നിപ്പോൾ എവിടെ ഉള്ള വെച്ചാൽ നമ്മളുള്ളതല്ലേ പറപ്പൂരുള്ള ഇന്ന് സത്യം എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ഇക്കാടതും അതുപോലെ തന്നെ ഇക്കാട വൈഫ് ബാബിയുടേതും ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ് അല്ലേ. അപ്പോൾ അവർക്ക് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പറഞ്ഞ കേക്കൊന്നും മുറിക്കണ്ട, ചെറിയ രീതിയിൽ പായസം കാര്യമൊക്കെ വെച്ചിങ്ങാണ്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് സിത്തു പറഞ്ഞത് ഷെമീർക്ക നമുക്കൊരു സർപ്രൈസ് കൊടുത്താലോ അവർക്ക്. അവരെന്തായാലും കേക്ക് മുറിക്കുന്ന മട്ടിലില്ല, നമുക്ക് എന്ത് ചെയ്യാം സർപ്രൈസ് കൊടുക്കാമെന്ന് സിത്തു പറഞ്ഞപ്പോൾ എന്നിപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്നിട്ട് അപ്പോഴാണ് വേഗം ഡ്രസ്സൊക്കെ മാറി നേരെ പറപ്പൂർ വിട്ട് ഇതിപ്പോൾ കേക്കും കാര്യം അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഇപ്പോഴും അറിയില്ല കേട്ടോ ആർക്ക്. ഉമ്മാക്കറിയാം, ഉപ്പാട് പറഞ്ഞിട്ടില്ല, ഉമ്മാക്കറിയാം, ഉമ്മാട് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇക്കാർക്കും രണ്ടുപേർക്ക് അറിയില്ല ഈ സംഭവം സർപ്രൈസ് ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് എങ്ങോട്ട് സർപ്രൈസ് കൊടുക്കണ്ടേ, പാലത്തെടുക്കാം. പാലത്തിന് അവിടെ പോയിട്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കാം. നമ്മുടെ അടുത്ത് പാലത്തിനടുക്ക് പോകുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയിട്ട് സർപ്രൈസ് കൊടുക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന കുറേ കാഴ്ചകൾ കാണാം അല്ലേ. നമ്മൾ എടുത്തുള്ള ചെല്ല ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇല്ലേ. ഇതിലുണ്ട് ഇഷ്ടപ്പെട്ട കളക്ഷനുണ്ട്. ഇതിൽ നമ്മൾ എടുത്തതെന്നറിയാം എനിക്ക് നമ്മുടെ സാധനം പാക്ക് ചെയ്തിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമ്മുടെ സാധനം റെഡി, പിടിച്ചോ. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അതൊക്കെ നേരായിട്ട് പോയിട്ടേ നമുക്ക് എന്ത് ചെയ്യാം, അവർ സർപ്രൈസ് കൊടുക്കല്ലേ സിത്തോ. ഓക്കെ അല്ലേ. നമ്മളേ സാധനം കേക്കും കാര്യമൊക്കെ മേടിച്ച് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്ന വഴിക്കുണ്ട് ഇക്കാനെ കണ്ടുപിട്ടി. ഇക്കയും ഉമ്മയുണ്ട് ഗ്യാപ്പിൽ നടന്നു വരുന്നു. എടുക്കുവാ, ഇക്കയും ഉമ്മയുണ്ട് ഗ്യാപ്പിലുണ്ട് നടന്നു വരുന്നു. പിന്നെ സാലി ഉപ്പയും കൂടിയിട്ട് ബൈക്കിൽ പതുക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഉണ്ട് ഇക്കാക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൻ കണ്ടു മുട്ടും ചെയ്തിട്ടാ, പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ വെച്ചാലേ നമ്മുടെ ഇത് കണ്ടാല് പാലം ഇവിടെ വെച്ചിട്ട് മുറിക്കാൻ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇവിടെ വേണ്ട, നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഈ കണ്ണൂത്ത് പാടുണ്ടല്ലോ അവിടെ വൈബാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വരും കയറ്റിയും കാട്ട് നേരം അങ്ങോട്ട് പോവാം. എന്താ കേക്ക് അവിടെ ഉണ്ട് കേട്ടോ, കേക്ക് തൊട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് പിന്നെ കേക്ക് എടുത്തുകാണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് മുറിക്കല്ലേ. എന്നാലും ഇപ്പോഴും സാലിക്കറിയില്ലല്ലോ. സാലിക്ക് ഇപ്പൊക്കറിയോ? ഇപ്പൊക്കറിയില്ല, ഇല്ല കണ്ടിട്ടില്ല എന്ന് തോന്നണേ. ഇക്ക കണ്ടിട്ടുണ്ട്. അപ്പൊ ഇക്ക ചോദിച്ചാൽ എന്തിനാണ് അത് ഇക്ക ചോദിച്ചിരുന്നത്. അതിൽ കണ്ടപ്പോ ചോദിച്ചാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് നേരെ അങ്ങോട്ട് പോവാം അല്ലേ. സാലിക്കറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സാലിക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് കൊടുക്കാം കേട്ടോ. ഒക്കെ കേക്കും കാര്യമൊക്കെ സിത്തുവിന്റെ സെലക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലെന്നാ. ഇതാണ് നമ്മുടെ എലവത്തൂര് പാലം കേട്ടോ. ഇത് മധുക്കര റോഡ്, ഇത് മുല്ലശ്ശേരി റോഡ്, ഇത് നമ്മുടെ എലവത്തൂർ റോഡ്. എന്താ ഇക്ക വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് അതൊക്കെ ആയിട്ട് ഇത് നമ്മുടെ ആ കാണുന്നില്ലേ, ആ കാണുന്നതാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ ഷോപ്പ് കേട്ടോ. കൂട്ടുകാരൻ്റെ ചായക്കട വന്ന് പിടുത്തപ്പെട്ട തിരക്കാട്ടോ അവിടെ. അതെ, പിടുത്തപ്പെട്ട തിരക്കാ. അപ്പം നമുക്ക് നമുക്ക് അങ്ങോട്ട് പോകാനോ അല്ലേ. എന്നാൽ ബൈക്കിൽ ട്രിപ്പ് അടിക്കാം അല്ല. ഇവിടെ ഭയങ്കര ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം അവിടെ തിരക്കുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഭയങ്കര ആദ്യം കടകളൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കല്ലേ. വെച്ചാലേ അൺഎക്സ്പെക്റ്റഡ് ടീംസ് കണ്ടമാൻ ടീംസ് കിട്ടാ ഇവിടെ ഫുള്ളും. ഇതൊക്കെ നമ്മുടെ ചെക്കനാണ് കേട്ടാ. അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ നമ്മുടെ ഫുള്ള് ഫ്രണ്ട്സുകളാണ് ഇവിടെ ഉള്ളത്. ഫ്രണ്ട്സുകളുണ്ട്, ഇവിടെ നമ്മുടെ കുറേ അനിയന്മാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഫുള്ളും. എന്നാ പിന്നെ അങ്ങോട്ട് പോയാലും നമുക്ക് നമ്മക്ക് എന്താ പറയാനുള്ളത്. കണ്ണൂത്ത്, ഈ റൂട്ട് കണ്ണൂത്ത്. ആ അതെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോന്നാ, ബാക്കി അവിടെ ചെയ്യാം. ഞാൻ അവിടെ ഇരിക്കാം. വന്നിട്ട് അവിടെ വെള്ളമുണ്ട്. അവിടെ ഷെമീർക്കാവും സിബിക്കാവും കൂടി.
ഇത് വീഡിയോന് വേണ്ടിയിട്ടാണ്, ഇത് ഷോപ്പിന് വേണ്ടിയിട്ട്. അടിപൊളി കേൾക്കാൻ കേട്ടോ. ഇത് ബർത്ത്ഡേക്ക് വാങ്ങിയില്ല. അതെ ചിരിക്കട്ടാ. എന്നുവെച്ചാലേ എന്തായാലും ഇവർക്ക് 2 പേർക്ക് സർപ്രൈസ് കൊടുക്കാന്ന് ഉണ്ടായിരുന്നത്, അത് പൊളിഞ്ഞു. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നേരെ കൊണ്ടുപോയിട്ട് സർപ്രൈസ് സാലിക്ക് സർപ്രൈസ് കൊടുക്കട്ടെ കേട്ടാ. ഓക്കെ, വേണമെങ്കിൽ ഉമ്മാനെ കൂടി സർപ്രൈസ് നേരെ കൊടുത്തുന്ന സർപ്രൈസ് ആയി. എന്തായാലും ഉമ്മാൻ്റെ സർപ്രൈസ് ആണ് വിളിക്കാണ്ട സർപ്രൈസ്, ഇങ്ങനെ ഷോർട്ട് സർപ്രൈസ് ആയിട്ടാ. അപ്പോൾ അവിടെ വ്ലോഗ് എടുക്കുന്നുണ്ട്, ഇവിടെ അതിൻ്റെ പോട്ടെ. എക്സ്പ്രഷൻ വെഡിങ് ആനിവേഴ്സറി. സാലി അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ 2 പേർക്കും നമ്മള് കൊടുത്തതായിരുന്നില്ല, പക്ഷെ ഇക്ക അത് ഇടയില് അത് പൊളിഞ്ഞു പോയി, പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് ഇപ്പൊ സാലിന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അല്ലേ സർപ്രൈസ് പൊളിഞ്ഞുട്ടാ. അതെ. അപ്പൊ ഇത് എത്രാമത്തെ ഇയർ ആണ്? 3 ഇയർ അല്ലേ? 3 ഇയർ. 3 വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. കേക്ക് മുറിക്കണമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഷെമീർ പോയി വാങ്ങിട്ട് വന്നതാ. പക്ഷെ ഞാൻ വരുന്ന വഴിക്ക് എന്താ കേക്കും ചോദിച്ചു. പിന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഉമ്മ പറഞ്ഞില്ല. ഉമ്മ ചായ കുടിക്കാൻ പോയിന്ന് പറഞ്ഞു. ആ സത്യം പറഞ്ഞാലേ അതെന്ന് വെച്ചാല് അത് സത്യം പറഞ്ഞാല് നേരെ സിത്തുവിന്റെ പ്ലാനിങ് ആയിരുന്നു. സിത്തു പറഞ്ഞ് അവരെന്തായാലും കേക്ക് മുറിക്കാനുള്ള പ്ലാനിങ് ഇല്ല. അവര് പറഞ്ഞ് ഈ പാലടപ്രഥമൻ എന്താ പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ സിത്ത് പറഞ്ഞില്ല, നമുക്ക് അവർക്കൊരു സർപ്രൈസ് പോലെ കേക്ക് മേടിച്ചാലോ സിത്ത് പറഞ്ഞപ്പോ അന്ന് പിന്നെ ആയിക്കോട്ടെ വേഗം കുളിക്കുന്നിട്ട് വേഗം തന്നെ സ്പോട്ടില് അപ്പൊ തന്നെ ആക്കിയിട്ട് ഉമ്മാനെ പോയിട്ട് പറഞ്ഞ് സംസാരിച്ച്. അപ്പൊ ഉമ്മ പറഞ്ഞു ആയിക്കോട്ടെ എന്തെങ്കിലും കാരണം പറയാവുന്ന രീതിയിലാണ് ഞാൻ സിത്തും കൂടിയിട്ട് നേരെ പോയത് പറപ്പൂര് കേട്ടാ. അങ്ങനെ പറപ്പൂർക്ക് പോണ കാഴ്ചയിൽ കണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോ നേരെ എന്ത് ചെയ്യാം, നമുക്ക് കേക്കിലോട്ട് കട്ട് ചെയ്യാം. വാർഷികക്കാരി നെട്ടി, നല്ലൊരു നെട്ടി. അപ്പൊ പറയാണ്ട് ഇവിടെ എത്തിച്ചിട്ടാണ് ഇങ്ങോട്ട് വരണ്ടാറ്. സെഫിക്ക് ഇങ്ങോട്ട് വരണ്ട, നമുക്കൊന്ന് പോണ്ട, വീഡിയോ പിടിക്കണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേക്കൊക്കെ ആയിട്ട് വരുന്നു. അപ്പൊ നമ്മളൊരു സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിക്കാണ് ഞാനും ഷമീറും ചിത്തുമോളും കൂടിയിട്ട്. 2 ആൾക്കും അറിയില്ല. ഉപ്പാക്കറിയില്ല. ഉമ്മ പറഞ്ഞില്ല, നിങ്ങൾ ചായ കുടിക്കാൻ പോയിന്നാ പറഞ്ഞു. കേക്ക് കേക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ കേക്ക് കൊടുക്കാം. ആരും കാണാണ്ട് കേക്ക് മുറിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലേ ഇവിടെ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മണവാളിയെ വിളിച്ചാട്ട് ഇവിടെ നമുക്ക് കേക്ക് കട്ടിപ്പിക്കാം കേട്ടോ. ഓക്കെ, ആ ഉണ്ണിയെ വിളിക്കാം. ആ ഉണ്ണിയിൽ പോസ്റ്റ് അടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്, അവനെ വിളിക്കാം. ഉണ്ണിയല്ലേ മൂന്നാല് പടാ. അപ്പൊ 2 പേരെ എടുത്തോട്ടാ. അവര് അവന്ന കത്തി പിടിച്ചോ, കത്തി പിടിച്ചോ. ഇപ്പൊ നിക്ക്, ഇപ്പൊ നിക്ക്, എല്ലാരും നിക്കുന്ന. ഇത് വെച്ചാലേ ഇതല്ലേ, ഇതാണ് നമ്മുടെ കണ്ണോത്ത് പാടട്ടാ. ഈ കണ്ണോത്ത് പാടത്ത് വെച്ചിട്ടാണ് നമ്മള് നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടാ. നമ്മുടെ അതെ 3 ഉണ്ണികൾ വന്നിട്ടുണ്ട്, ചെക്കന്മാർ വന്നിട്ടുണ്ട്. അപ്പൊ കട വെഡിങ് ആനിവേഴ്സറിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരും കൂടി പങ്കെടുത്തിട്ടാ. എന്നാ പിന്നെ നൈസായിട്ട് കട്ട് ചെയ്തല്ലേ നമുക്ക്. റോഡിൽ നിൽക്കല്ലേ, ഇങ്ങോട്ട് വാ, കയറി നിൽക്ക്, കുറച്ചിട്ട് കേറിക്ക്, ഇങ്ങോട്ട് കേറിക്ക്, കുറച്ച് കേറിക്ക്, സിത്തോണ്ട് കേറിക്കടാ. അപ്പൊ കട്ട് ചെയ്യാന്ന് ഗൈസ്, കട്ട് ചെയ്തോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
അങ്ങനെ ഇട്ടെടുക്കുക രണ്ടാളും. ഇനി ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തോ. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് ആട്ടോ അതൊക്കെ അല്ലേ? ഈ വൈബില് നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ഒരു വൈബ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വിതരണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇതൊക്കെ പഠിക്കുന്നുണ്ടോ? ഞാൻ ഉണ്ണികൾക്ക് കൊണ്ട് കൊടുക്കാം. നമ്മുടെ ചെക്കന്മാരുണ്ട് കേട്ടോ, അവിടുത്തെ ചെക്കന്മാരാണ്. വീട് എവിടെയാ? താണവീതിനല്ലേ? നമ്മുടെ ഇവിടെ ചെക്കന്മാരുണ്ട് കേട്ടോ. എങ്ങനെ പേര്? നവനീഷ്. എന്നിട്ട് പേരെന്താ? ധനുഷ്. മറ്റേടുത്തുണ്ട് ഓടിയാ? സ്കൂട്ടായില്ലേ? ആ സ്കൂട്ടായിട്ടാ. അപ്പൊ നമുക്ക് ഉണ്ണികൾക്ക് കേക്ക് കൊടുക്കാം. അവിടെ കേക്ക് വെച്ചറാ. ഉണ്ണി മേടിക്കറാ. അപ്പൊ ഉണ്ണികൾ ഇവിടെ കളിക്കാൻ ചുമ്മാ ഒരു വൈബടിക്ക് വന്നാണ്. വൈബടിക്ക് വന്നാണ് ഉണ്ണികള്. അവനിക്ക് കൊടുത്തറാ. അവനിക്ക് കൊടുത്തതാ. അപ്പൊ വേറൊരുത്തുണ്ടായിരുന്നു. അവ ക്യാമറ വീഡിയോ കണ്ടപ്പോഴേ ആള് സ്കൂട്ടായിട്ടാ. അപ്പൊ ശരി, നമ്മുടെ ഇതിന്റെ ചാനലിന്റെ പേര് പള്ളത്ത് ഫാമിലി വ്ളോഗാണ്. അതിൽ നിങ്ങളൊക്കെ വരും കേട്ടാ. പള്ളത്ത് ഫാമിലി വ്ളോഗ് നടിച്ച വരും കേട്ടോ യൂട്യൂബില്. ഓക്കെ ഓക്കെ ഓക്കെ. അതെന്ത് ചെയ്യാ ചിത്തോ? എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കണ്ട. കുറച്ച് വണ്ടി പറഞ്ഞു ഇതുണ്ടല്ലേ. ഇതാണ് നമ്മുടെ സ്പോട്ട് ഇട്ടാ. ഇത് തൃശ്ശൂർക്ക് പോണ റൂട്ടാണ്. ഇത് നേരെ പോണത് കണ്ണൂത്തിട്ടാ. ഇത് നേരെ നമ്മുടെ നാടാണ്. നമ്മുടെ നാട് നേരെ നമുക്ക് എന്ത് ചെയ്യാം, പറപ്പൂര് അമല ആ റൂട്ട് പോട്ടാ. അപ്പൊ ഇവര് കേക്കൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇത് വെച്ചേ. അപ്പൊ ചിത്തുമ്മയും കേക്ക് കഴിക്കുന്നുണ്ട്. നമ്മുടെ ഷേജ പോലെ കേക്ക് കഴിച്ചു. ഞാനേ കൊടുത്തിട്ടില്ല. സാലിക്കും കൊടുത്തിട്ടില്ല. ചിത്തുമ്മ കൊടുത്തോ? ഷെബിക്കാക്കും കൊടുത്തോ? എന്നാ സാലിതാ. ചിത്തുമ്മ കൊടുത്തിട്ടില്ല. ഷെബിക്കാക്കും കൊടുത്തോ? ഷെബിക്കാ കൊടുത്താ ചിത്തുവിൻ്റെ വക. ഓക്കെ. കേക്ക് സൂപ്പർ ആട്ടാ. അടിപൊളി കേട്ടാ. അടിപൊളി സാധനമാണ്. ഇതിന്റെ പേരെന്ത് പറഞ്ഞില്ലല്ലേ സിദ്ധ? ഈ കേക്കിന്റെ പേര് എന്തോ ഒരു കേക്കിന്റെ പേര് പറഞ്ഞു. അടിപൊളി കേക്ക് കേട്ടാ. ഒരുപാട് ഇഷ്ടം. ഒരു സന്തോഷത്തിൽ ഏർപ്പെടുക. ചെറിയ സന്തോഷം പാ. അതല്ലേ? അല്ലെങ്കിൽ ഞാൻ മൂപ്പരൊക്കെ ഞാൻ അത്രയും ഒന്നുമില്ല, വെഡിങ് ആനിവേഴ്സറി ആയിരുന്നേ. അതാണ് ഇവരല്ല അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിങ്ങട് അതിനെ പോലെ 1.5 കൊല്ലായി. അപ്പോൾ നമ്മുടെ കേക്ക് മുറിയും കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാ. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ അടുത്തത് നേരെ എന്ത് ചെയ്യാം. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതൊരു ക്ലൈമറ്റ് ഒരു രക്ഷയില്ല അല്ലേ? സിത്തൊക്കെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. പറഞ്ഞോ. രണ്ടുപേരും വാ. വെഡിങ്ങിന്റെ 2 പേര് വാ. വെഡിങ് ആനിവേഴ്സറിന്റെ ഏകദേശം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കുറച്ച് ഉറക്കെ പറഞ്ഞോ. കഴിഞ്ഞുട്ടാ. അൺഎക്സ്പെക്ടഡ് പുറത്തായതുകൊണ്ട് ഏകദേശം മൾട്ടായി തുടങ്ങി. അപ്പൊ ഇനി വേറൊന്നുമില്ല, സമാധാനത്തിൽ വീട്ടിൽ പോയിട്ട് എടുക്കാം. ഇത് നമ്മുടെ ഇർഫാൻകുട്ടി ഇർഫാനമോളും അതുപോലെ തന്നെ അവര് മദ്രസയും കാര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവർക്ക് അല്ലേ? അതുകൊണ്ട് അവര് പറ്റിയില്ല. പിന്നെ കുഞ്ഞിപ്പി പിന്നെ അവര് വീട്ടിലുണ്ട്. അപ്പൊ കേക്ക് ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് കൊണ്ട് കൊടുക്കാം. മദ്രസ കഴിഞ്ഞ് വരട്ടെ, പിള്ളേർക്കും കൊടുക്കണം. അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോസ് ഇല്ല. എന്നാ ഇത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്നാ ശരി. ടാറ്റ എടുത്തുമ്മ. അപ്പൊ സിദ്ധോ എല്ലാവർക്കും ബൈ.
ബൈ ബൈ.